മോൻ വിളിച്ചിരുന്നു, ഇന്നലെയും വിളിച്ചിരുന്നു. 5000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല ചോദിച്ചിട്ട്. മോനോ എന്താ മോനെ? മോനെ എവിടെയാ? 5000 രൂപയോ? ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ മോനെ? എനിക്ക് ആര് തന്നിട്ട് എടുത്തു തരാനാ? ഞാൻ അപ്പനോട് ചോദിക്കാനാ? അപ്പൻ എവിടുന്നാ പൈസ? അപ്പൻ സെക്യൂരിറ്റി പണിക്ക് പോയിട്ട് നിനക്ക് തന്നെ തന്നു തീർത്തു ആ പൈസ മുഴുവനും. ബാംഗ്ലൂർ പഠിക്കാൻ പോയതിനും എല്ലാം അപ്പനാണ് മുടക്കിയത്. നീ എന്നിട്ട് വല്ല അപ്പന് കൊടുത്തോ തിരിച്ച്? പിന്നെ അമ്മയോട് പൈസ ചോദിക്കുന്നത് എന്തിനാണ് നീ? അമ്മയുടെ ഒന്നുമില്ല. പൈസ വന്നില്ലെങ്കിൽ അടിച്ചു ഓർക്കുന്നാ? അത് നീ ഇങ്ങോട്ട് വാ. നീ ഇവിടുത്തെ എന്തെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ കാലും കൈ അടിച്ചൊടിക്കും, പറഞ്ഞേക്കാം. വെച്ചിട്ട് പോ, എനിക്കൊന്നും കേൾക്കണ്ട. പോലീസുകാരൻ വന്ന കാര്യം പറഞ്ഞാലോ? ഇല്ല. എന്തിനാ പൈസ? ഒന്നും പറഞ്ഞില്ല. അങ്ങോട്ട് വന്നിട്ട് എല്ലാം തല്ലിപ്പൊളിക്കൊന്നൊക്കെ പറഞ്ഞേക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. എന്തിന്റെ അസുഖമായത്? അറിയില്ല എന്താണെന്ന്. മനുഷ്യന് വെളിയിലൊന്നും നടക്കാൻ പറ്റത്തില്ല. പോലീസുകാർ ഇപ്പൊ വീട്ടിൽ കയറിയാണ് നടക്കുന്നത്. പൈസ കൊടുത്താണ് കയറിയാണ് നടക്കുന്നത്. എന്ത് ചെയ്യാനാണ്? ഇത് എവിടുന്ന ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്? അവനിവിടെ വരുവാണെങ്കിലേ പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആക്കിയെന്ന് പറഞ്ഞ പോലീസുകാരനെ വിട്ടിരിക്കുന്നു. എന്ത് പറയും വരുമ്പോ? എന്നാ വരാൻ പറ. പൈസ കൊടുക്കാന്ന് പറഞ്ഞ് വിളിച്ച് വരച്ചാ അവരെ കൊണ്ടുപോകില്ലേ? അവനെ കൊണ്ട് അല്ല പിന്നെ നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റുമോ? നീ ഒരു കാര്യം ചെയ്യും, പൈസ തരാൻ മോനെ വാന്ന് പറ. അവനിവിടെ വന്നല്ലേ അവനെ ഞാൻ സറണ്ടർ ആക്കിയോളാം. നമുക്ക് സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങണ്ടേ? മോനാന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. മിനിഞ്ഞാന്ന് കണ്ട 5 പേരെ കൂട്ടക്കൊരു വെഞ്ഞാറം കൊണ്ട്. ഇതിനൊക്കെ എങ്ങനെ വിശ്വസിക്കും? എത്രയും പെട്ടെന്ന് ഇവരെ എത്തേണ്ടടുത്ത് എത്തിക്കുക. ഒന്നിയാണ് പോലീസുകാർ കൊണ്ടുപോയി അവരെ ട്രീറ്റ് ചെയ്തോളൂ. അപ്പൊ അങ്ങനെ ഇപ്പൊ നടക്കുന്നത്. എന്ത് ചെയ്യാനും അമ്മമാർക്കല്ലേ കുറ്റം. ഞാനും മാത്രമല്ല, ചേട്ടനും കൂടി ഇല്ല. അത് ഞാൻ അധ്വാനിച്ചോണ്ട് തരാനേ പറ്റത്തുള്ളൂ. മക്കളെ നോക്കണ്ടേ നമ്മൾ രണ്ടുപേരും? നീയാ നോക്കേണ്ടത് മക്കളെ. ഞാൻ വെച്ച് നോക്കും. അതുകൊണ്ട് സ്നേഹിച്ച് കൊന്നു, അത്രേ പറയാനുള്ളൂ. ഒരു മോനല്ലേ ഉള്ളൂ, ജയിക്കാൻ പറ്റൂലേ? ബാംഗ്ലൂർ കൊണ്ടാക്കിയില്ല. 2 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കടമെടുത്തല്ലേ ആക്കി. എന്നിട്ട് 3 മാസം വന്നു. 4ാമത്തെ മാസം കെട്ടിച്ചിട്ട് വന്നല്ലോ. എന്നിട്ട് വല്ലതും ചോദിച്ചോ? ആ കൂട്ടുകാരെ വിളിച്ചു. അവന് കൂട്ടുകാരാ ഇഷ്ടം, നമ്മളല്ല അവന് ഇഷ്ടം. കൂട്ടുകാർ പറയുന്നത് വരുന്നു. ആ പൈസ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കി? അത് വല്ല ചിന്തയുണ്ടോ? നമ്മൾ ബാംഗ്ലൂർ വിട്ടാണ് ഏറ്റവും വലിയ തെറ്റായി പോയത്. അതാണ് അവർ ഇത്ര വഷളായി പോയേക്കുന്നത്. നമ്മുടെ കുട്ടികളല്ല, നമ്മൾ പറഞ്ഞത് കൊടുത്ത് അവിടെ ആക്കി കൊണ്ടുപോയി. പിന്നെ അവൻ നന്നായി വരുമെന്നാണ് നമ്മുടെ വിചാരം. പക്ഷെ നന്നാകത്ത് നമ്മുടെ കുഴപ്പമാണോ? പിള്ളേര് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനല്ല, അവര് പറയുന്നതല്ല. കുഞ്ഞുനാട് പോലെ അവര് പറയുന്നത് ഇന്നത് പഠിക്കണം, അതിന് വിട്ടു. നമ്മുടെ ഇഷ്ടത്തിനല്ലേ വിട്ടു, അവരുടെ സ്വന്തം ഇഷ്ടത്തിനല്ല എല്ലാം ചെയ്തത്. അവസാനം പിന്നെ നമ്മളെ എന്തിനാ പറയുന്നത്? വേറെ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാനാണ്? ഇവരൊക്കെ പറയാൻ ഞാൻ പോയി നടന്ന് പഠിയടാന്ന് പറയാൻ പറ്റും. അവൻ പറയുന്നത് എന്തോ മേടിച്ചു കൊടുക്കുമോ? അത് ഇത്ര നാൾ കടമാണെങ്കിലും മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ദുഃഖിക്കേണ്ട ഒരു കാര്യമില്ല. എന്റെ കടമ. ശരിയെന്നാ ഞാൻ വിളിച്ചിട്ട് വരാൻ പറ, പൈസ കൊടുക്കാന്നോ. എവിടാ സ്റ്റാൻഡിലുണ്ടോ? ഒന്ന് സ്റ്റേഡിയത്തിന്റെ അവിടെ വരുമോ? ഇപ്പൊ വരുമല്ലോ അല്ലേ? ശരി. നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൊണ്ട് സാറിനൊരു ദയ തോന്നിയതല്ലേ നമ്മളോട്? നല്ലൊരു മനുഷ്യനാണ്.
പറഞ്ഞാലും ഈ ഒരു കേസിന് ആരും വരില്ല. കഞ്ചാവ് കയ്യിൽ വെക്കുന്നതും വിൽക്കുന്നതും ജാമ്യമില്ലാ വകുപ്പാണ്. പിന്നെ ജാമ്യം കിട്ടണമെങ്കിൽ തഹസിൽദാരുടെ സൈൻ വേണം. ഇതൊക്കെ പുതിയ അറിവാണല്ലോ. ഇവന്മാരിത് അറിയുന്നുണ്ടോ? പിന്നെ അന്ന് ഞാൻ ചൂടായത് ഇവിടെ പോലീസുകാരൻ വന്നിട്ട് തീ തിന്നുകൊണ്ടിരിക്കുവായിരുന്നു. അന്നേരം അനിയൊന്ന് ചോദിക്കുന്നു, കഞ്ചാവ് എൻ്റെ മോന് കഞ്ചാവ് വലിക്കാൻ പൈസ കൊടുത്തു. നിനക്ക് എന്ത് പറ്റും? നീ അങ്ങനൊന്നും എൻ്റെ അടുത്ത് പറയുന്നവനല്ലായിരുന്നല്ലോ. എന്നെ വിളിച്ചത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് പറയാൻ വേണ്ടിയിട്ടല്ല വിളിച്ചത്. ഞാനെന്തുവാ, എനിക്ക് എന്റെ പൈസ കിട്ടണ്ടേ ജോസഫേട്ടനല്ലേ പറഞ്ഞത് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് പൈസ തരാന്ന്. പൈസ തരാന്ന് പറഞ്ഞു. ഈ പൈസ ആകെ പൈസ കിട്ടിയില്ല. ജോസഫേട്ടൻ അത്ര അഭിമാനിയാണെങ്കിൽ പൈസ ഇങ്ങനെ ഞാനെന്ത് മര്യാദകേടാ കാണിച്ചത്? നിങ്ങൾ രണ്ടുപേരും കൂടി എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? എനിക്ക് കാശ് തരാനുണ്ടായിട്ടില്ലേ? എനിക്ക് അവനും കൂടി കാശ് തരാന്ന് ജോസഫേട്ടൻ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് തരാന്ന് ഉറപ്പ് പറഞ്ഞല്ലേ? അത്ര അഭിമാനിയാണ് ജോസഫേട്ടനെങ്കിൽ ഞങ്ങളുടെ പൈസ. സുഹൃത്തെ, എന്റെ മകൻ മേടിച്ച പൈസ ഞാൻ തരും. തരാന്ന് പറഞ്ഞില്ല. എനിക്ക് ശമ്പളം കിട്ടിയില്ല. ജോസഫേട്ടന് തരാന്ന് പറഞ്ഞിട്ട് ദിവസം എത്രയായി? ഞാൻ തരാമെന്നാ പറഞ്ഞത്, തരത്തില്ല എന്ന് പറഞ്ഞില്ല. എന്റെ അടുത്ത് ചോദിച്ചിട്ടാണോ നിങ്ങൾ കൊടുത്തത്? അല്ലല്ലോ. ഞാൻ എന്റെ മര്യാദക്ക് ഞാൻ എന്റെ മോൻ മേടിച്ച പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു. ഈ ശമ്പളം ജോസഫേട്ടനോടുള്ള വിശ്വാസം കൊണ്ടല്ലേ നമ്മളാ പൈസ കൊടുത്തത്? ജോസഫേട്ടൻ തരുമെന്ന് അതെ, ഞാൻ തരാമെന്ന് പറഞ്ഞല്ലോ, തരത്തില്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ പൈസ കൊടുത്തത്? അല്ലല്ലോ. എന്റെ മോനാന്ന് അറിഞ്ഞോട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞില്ല എനിക്ക് കൊടുക്കാൻ. നിങ്ങൾ എനിക്ക് ഇവിടെ വന്നിട്ട് ഞാൻ എന്റെ മര്യാദയ്ക്ക് പറഞ്ഞ് ശമ്പളം കിട്ടുമ്പോൾ തരാമെന്ന് പറഞ്ഞു. അതിനാണോ പോലീസുകാരെ വന്നപ്പോ നിങ്ങൾ ഈ വർത്താനം പറഞ്ഞത്? ഞാൻ അവനെ വിളിച്ചു വരുത്താം. ഞങ്ങളുടെ പൈസ എന്തായാലും ജോസഫേട്ടന് തന്നേരി. ഞങ്ങൾക്ക് താല്പര്യമില്ല ജോസഫേട്ടനായിട്ട് സംസാരിച്ചു. വിളിക്ക്. ഏതായാലും മുങ്ങി നിൽക്കുവോ? ഇനിയിപ്പോ ചാവാനില്ലേ? ഹലോ, ജോസഫേട്ടന്റെ വീട്. പൈസ വല്ല ഇരിപ്പുണ്ടോ? എന്തായാലും പൈസ അവനും കൂടി വരില്ലേ? എന്റെ അടുത്തില്ല. ഇപ്പൊ എന്റെ അടുത്ത് പൈസ ഇല്ല. നിങ്ങളിപ്പോ വീട് തീ വെച്ചാലും കൊള്ളാം, എന്നെ കൊന്നാലും കൊള്ളാം. അതുകൂടെ ഉള്ളു ബാക്കി. അഭിമാനിയല്ലേ ജോസഫേട്ടൻ? ജോസഫേട്ടൻ ഞാൻ പറഞ്ഞല്ലോ, കിട്ടിയാ പൈസ തരാമെന്ന്. കിട്ടിയാന്നല്ല എനിക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. ശമ്പളം ബാങ്കിൽ വീണാലല്ല ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. എന്ത് പറഞ്ഞാലും ഇന്ന് എന്റെ അടുത്ത് പൈസ ഇല്ല. വെള്ളം ഇല്ലാത്തടത്ത് മുങ്ങാൻ പറ്റും. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി എന്തായാലും ഞങ്ങൾക്ക് ആ പൈസ ഇന്നതിന് തന്നേരി ജോസഫേട്ട. ഞങ്ങൾക്ക് താല്പര്യമില്ല ഇനി ജോസഫേട്ടനായിട്ട് സംസാരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഞങ്ങളുടെ പൈസ തന്നേരി, ഞങ്ങള് പൊക്കട്ടെ. ഞങ്ങള് ഒട്ടിക്കിടന്ന് നിരങ്ങി നടക്കണ പൈസയല്ലേ ജോസഫേട്ട. ജോസഫേട്ടൻ എടുത്ത് മോനോട് ചോദിച്ചു. എന്ത് പറഞ്ഞാലും ഇന്ന് എന്റെ അടുത്ത് പൈസ ഇല്ല. ജോസഫേട്ടൻ വലിയ തത്വം ഞാനൊന്നും പറയാൻ നിൽക്കണ്ട. ജോസഫേട്ടന്റെ മോനെ എവിടെയാണ് നിൽക്കുന്നതും എന്നും ആർക്കൊക്കെ കഞ്ചാവ് സപ്ലൈ ഉണ്ടെന്നും എവിടെയും സപ്ലൈ ഉണ്ടെന്നും ഒക്കെ ഞങ്ങൾക്ക് അറിയാം. ഞാനത് പറഞ്ഞു കൊടുത്താലേ ആ സ്പോട്ടിൽ വന്ന് അവനെ പോകും. അത് ജോസഫേട്ടൻ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാനതിന് മേടിച്ച് പൈസ എന്തെങ്കിലും തരാമോ? ഞങ്ങൾ കുടുംബം പിള്ളേരും ഉണ്ട്. അതെന്തായാലും നന്നായി. എനിക്ക് അറിയാമല്ലോ. പിന്നെ അത് മതി. പോലീസുകാരൻ ഇന്നലെ വന്ന് പറഞ്ഞ അവനെ എവിടാണെങ്കിലും അവനെ കൊണ്ട് സറണ്ടർ ആക്കാൻ. അവനിപ്പോ ഫോൺ വിളിച്ചു. എന്നിട്ട് അവൻ എവിടാന്ന് പറഞ്ഞില്ല. നിനക്കറിയാമല്ലോ. അത് മതി. അറിയാമല്ലോ. അത് മതി. ഞാൻ ഇപ്പോഴും അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. എവിടുന്നാണ് ഇപ്പൊ ഫോൺ വിളിച്ചു? എവിടുന്നാണ്? നിനക്ക് അറിയാവുന്നല്ലേ അവൻ എന്റെ കച്ചവടം അറിയാം. എനിക്ക് എല്ലാം അറിയാം. എല്ലാം നിനക്ക് അറിയാമല്ലോ. അവൻ എവിടാന്ന് അറിയാം. അവന്റെ കച്ചവടം അറിയാം. എല്ലാം അറിയാം. അപ്പൊ നീ രണ്ടാം പ്രതിയാണോ? നിന്നെ നാളെ നീ സ്റ്റാൻഡില്ല. നിന്നെ നാളെ പോലീസിനെ ഞാൻ കൊണ്ടുപോകും. നീ നാളെ ഓടത്തില്ല. അവന്റെ നടന്നാക്കാൻ പറഞ്ഞിരിക്കുക. അല്ല, എനിക്ക് എന്റെ കുടുംബത്തിനോട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. നിനക്കെല്ലാം അറിയാമല്ലോ. നീ നാളെ ഓടത്തില്ല. നിന്റെ സ്റ്റാൻഡിൽ വന്ന് ഞാൻ കൊടുക്കും. കൊള്ളാലോ. ഇപ്പൊ ഞാൻ രണ്ടാം പ്രതി അല്ലേ? നീ ഒറ്റ എടുത്തിനാ കാരണം. സ്റ്റാൻഡിൽ വന്നാ പൈസ ചോദിച്ചപ്പോ ജോസ്പേന്റെ പരിചയത്തിൽ എന്ന് പറഞ്ഞിട്ട് നീ കാശ് കൊടുപ്പിച്ചാണല്ലോ 1000 രൂപ. ആ കാശ് തന്നെ പോയി. നീ വഴി കൊടുത്തോ, കുഴപ്പമില്ല. അത് നിനക്ക് ഉപേക്ഷിച്ച പോലെ. പക്ഷെ എനിക്കാണ് പറ്റുള്ളൂ. എനിക്കൊരു കുടുംബമുണ്ട്, 2 പിള്ളേരോടാണ്. എനിക്ക് അവരെ നോക്കണ്ടേ? ജോസഫേട്ട അവൻ പറയണ കേട്ടത് ഞങ്ങളുടെ പൈസ തന്നില്ല. ഞങ്ങൾ എന്തിനാ ഇതിന്റെ ഇടയ്ക്ക്? എന്റെ അടുത്ത് ഇല്ല സുഹൃത്തെ. പൈസ കിട്ടിയേ തരാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നാമത് ഞാൻ തലയ്ക്ക് ഭ്രാന്ത് എടുത്തിരിക്കുക. നിങ്ങളൊക്കെ കൊല്ലം. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടാണ് അവനും കൂടി കയ്യിൽ നിന്ന് പൈസ.
പോലീസുകാരൻ കയറി ഇറങ്ങുന്നു, നിങ്ങൾ കയറി ഇറങ്ങുന്നു. അതെ എന്റെ പൈസ പോട്ടെ, ഞാനത് കണക്കാക്കാനുള്ള. ഞാനത് വേറെ ഭിക്ഷക്കാർക്ക് ദാനം ചെയ്തെന്ന് വെച്ചോളാം. നിനക്ക് പറ്റുന്നെങ്കിൽ ഇത് മേടിച്ചു നിർത്താം. ഞാൻ എന്റെ വഴിക്ക് പോവാണ്. ഞാൻ നിന്നോട് വെക്കണം, ഞാൻ വല്ലയിടത്ത് ഓട്ടോ ഉണ്ടായാലും ഞാൻ ഓട്ടോ കാണിച്ചിട്ട് വന്ന് കാശ് ഇപ്പൊ തന്നെ മേടിച്ചാൽ അതായിട്ട് വിളിച്ചോളാല്ലേ. ഇതാണ് പറയുന്നത്, കള്ളു കുടിക്കണവനും കഞ്ചാവ് കുടിക്കണവനും കാശ് കൊടുക്കരുത്. മനസ്സിലായ? ഇനിയിപ്പോ സ്വന്തമായിട്ടാണ് അനുഭവിച്ചത്. ഓക്കെ, ഞാൻ പോട്ടെ. സന്തോഷായി, ഒരു 1000 രൂപ പോയില്ലേ, സന്തോഷായി. എന്താ ജോസഫേട്ടാ, ഇപ്പൊ എനിക്ക് നിങ്ങളുടെ നിന്നും പണി കിട്ടി, അവരും എന്നോട് വഴക്കുണ്ടാക്കി. എന്താ എല്ലാ കാര്യമുണ്ടോ? ഈ വിഷമിക്കണ്ട, ഞാൻ അന്നേരം പറഞ്ഞത് വേണ്ട 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 പൈസ ഞാൻ തരാം.